ഞാൻ എന്നോട് ഈയിടെ ഒരാൾ ചോദിച്ചു ഈ മോർണിംഗ് ഷോയിലേക്ക് എന്തിനാ ഇത്രമാത്രം അങ്ങ് തള്ളുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരും തള്ളുന്നില്ല, പിന്നെ നമ്മുടെ കാര്യം നമ്മളെങ്കിലും പറയണ്ടേ. അതുകൊണ്ട് പറഞ്ഞു ഐറ്റം വരെ സൂപ്പർ ഹിറ്റാണ്, മെഗാ ഹിറ്റാണ്. അല്ല അത് പറയേണ്ട കാര്യമില്ല സാറേ. നമുക്ക് ഈ പ്രേക്ഷകരുടെ റെസ്പോൺസ്, നമ്മൾ ഇപ്പൊ ഉത്സവ സ്ഥലത്ത് പോയാൽ, എന്തിനൊരു മരണ വീട്ടിൽ പോയാൽ തന്നെയും കല്യാണ സ്ഥലത്ത് പോരുത്, ആ കല്യാണ സ്ഥലത്ത് അനുഭവം ഉണ്ടാവും. അല്ല അങ്ങനെയുള്ളവരെ ഞാൻ അതും ഒരു ഹാസ്യം അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒഴിവാക്കാറാണ് പതിവ്. അല്ല സുമി, അങ്ങനെ ഈ പ്രകോപിപ്പിക്കാൻ വരുന്നവരുണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നാട്ടിൽ ഇപ്പൊ ചൊറിയന്മാരെ എണ്ണം കുറച്ച് കൂടിയിട്ടുണ്ട്. ചൊറിയന്മാരും ചൊറിച്ചികളും ഉണ്ട്. ചൊറിച്ചികളും ഉണ്ടല്ലേ? പിന്നെ അത് രണ്ടും ഉണ്ട്. സാധാരണ നിനക്കൊന്നും വരെ പണിയില്ലെന്നൊക്കെ ചോദിക്കുമെന്ന്. പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത്. കൂടുതലും കമന്റ്സ് രീതിയിലാണ് വരുന്നത്. അതിനപ്പുറം വരുന്ന കമന്റ്സുകളുണ്ട്. ഇങ്ങനെ ചുമ്മാ ചിരിച്ചങ്ങ് കളയുന്നതേ ഉള്ളൂ. ഈ ചില ചൊറിച്ചികൾ അല്ലേ, അങ്ങനെ ഇൻവെർട്ടർ കോമയില് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, അതിന്റെ പേറ്റന്റ് നമുക്കാ സുമിക്ക മൊത്തം ഓണർഷിപ്പും തന്നിരിക്കും, ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാര്, ഈ പെൺകുട്ടികൾ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങള്, അവരൊന്നും ഈ മിമിക്രി കലയിലേക്ക് വരണ്ടെന്ന് അഭിപ്രായമുള്ളവരാണോ? അവർക്ക് എന്തോ പല തോന്നലുകളും ഉണ്ടാവും. നമ്മളോട് പറയുന്നത് നമ്മൾ നിർത്തി പോകാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ നിർത്തത്തില്ല. ഇതാണ് ഇപ്പൊ ഉപജീവന മാർഗം. ഇനിയും ഇത് തുടർന്നു നിർത്തത്തില്ല. അവസാനം കണ്ടു കിടക്കും. അതെ അതെ, കാരണം നമ്മൾ കഷ്ടപ്പെട്ട് കയറി വന്നതാ സാറേ. അപ്പൊ ഒരാള് പറയുന്നത് കഷ്ടപ്പെട്ടു. എന്തൊക്കെയായിരുന്നു നേരത്തെ എന്തായിരുന്നു പരിപാടി? നേരത്തെ ഞാൻ എന്താ പറയുക, ഈ പറയുന്ന പോലെ ഒരു വീട്ടമ്മയായിരുന്നു. എന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ ഡെലിവറി ടൈമിലാണ് ഒരു ഓഡിഷൻ കണ്ടിട്ട് ഞാൻ ഈ പ്രോഗ്രാമിൽ. അച്ഛൻ മരിച്ചു പോയതാ സാറേ. ഡിഗ്രി സോറി ഞാൻ അത് സാറിന്റെ ഹാസ്യം എനിക്ക് മനസ്സിലായില്ല. പറയണ്ടേ, വീട്ടമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടച്ഛനല്ലേ പറയൂ. ഓ സോറി, വർക്ക്ഷോപ്പിലാണ്. ഏതാ പരമ്പരയിൽ എന്തോ അഭിനയിച്ചെന്ന് പറഞ്ഞു? ഉണ്ട് സാർ, ഇപ്പൊ ഒരുവിധം തരക്കേടില്ലാതെ നന്നായിട്ട് പോകുന്നുണ്ട്. വില്ലത്തിയാണോ? അല്ല, ഒന്നൊരു നാട്ടുംപുറം ഒരു ക്യാരക്ടറാണ്, ഒന്നൊരു നായികയുടെ മാനേജർ. ഉണ്ടോ? രണ്ടെണ്ണം. എന്റെ പൊന്നെ, ഇത് എന്തെങ്കിലുമൊക്കെ ഞാൻ പ്രസാദേ പറഞ്ഞത് പിൻവലിക്കേണ്ടി വരും. എത്ര കൊല്ലമായ സീരിയല്? ഇപ്പൊ ഒരു സീരിയല് ഇപ്പൊ മുംബൈയിലൊരു ഹിന്ദി സീരിയല് 17 കൊല്ലമായി. അതിനെ കടത്തി വിട്ടുന്ന സീരിയൽ കേരളത്തിൽ ഉണ്ടാവൂ? ഉണ്ടായിരിക്കാം, ഉണ്ടാവട്ടെ. എന്നാ പിന്നെ ഞങ്ങളെ പോലുള്ളവരൊന്ന് രക്ഷപ്പെടുമല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.